കുട്ടീൻ്റെ ഷർട്ട് ഒന്ന് ഊരി തരാൻ പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞ് കത്രിക അവിടെ ഉണ്ടാവും, ബ്ലേഡ് അവിടെ ഉണ്ടാവും, അവിടെ മുറിച്ചുഴിന്ന് എന്നോട് സ്വന്തം അമ്മാനോട് പറയാം. പോലെ നിന്നിട്ട് ഒരു രോഗിനെ തൊടാൻ പറ്റൂലെങ്കിൽ ഇവലൊക്കെ സിസ്റ്റർമാർ, ഇവലൊക്കെ മാലാഖമാരല്ല, ഇവലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശൈത്താന്മാരാണ്, ശൈത്താന്മാർ. സ്വന്തം മകൻ മുന്നിൽ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പാടിയിട്ട് പഠിച്ചു. ക്ഷമ കടയിൽ പോയി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ ബൈക്ക് സ്പീഡിൽ വന്ന ബൈക്ക്. കുട്ടി നല്ല കരുതിക്കാണ്ടാണ് പോരുന്നത്, വേറൊരു വാഹനവും ഇല്ല. വരുമ്പോൾ ഈ ബൈക്ക് മാത്രമേ വരുന്നുള്ളൂ. ഒരു ശരിക്ക് കാണാൻ, ശരിക്ക് ബ്രേക്കൊക്കെ പിടിക്കാൻ പറ്റും ഈ ബൈക്കുകാരന്. അത് പിടിക്കാതെ കുട്ടീനെ തട്ടിയിട്ട് ഓര് അവിടെ കുറച്ചു നേരം അവിടെ കിടത്തീന് കുട്ടീനെ. അത് കഴിഞ്ഞ് ഒരു മെയ്സിക്ക് കൊണ്ടേ. അപ്പോഴും ഇത്ര അടുത്ത ഞാൻ എന്നോട് പറഞ്ഞില്ലോ അല്ലേ, അത് പറയാതെ ഒരു മെയ്സി കൊണ്ടുപോയി. മെയ്സിയിൽ വന്നാൽ എൻ്റെ അളിയനെ കാത്ത് കുറേ സമയം നിന്ന്. അത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളും കൂടി ഇവിടെ കുറച്ച് നേരം കരഞ്ഞും തക്കി നിൽക്കല്ലേ, കുട്ടിക്ക് സീരിയസ് ആണ്, പെട്ടെന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഈ ആംബുലൻസുകാരൻ കൊണ്ടുപോയത് അമ്മയും കുഞ്ഞുള്ള ആസ്പത്രിക്കാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ അവിടുന്ന് ചോദിച്ചു, ഇതിക്ക് കൊണ്ടുവന്ന് എൻ്റെ കുട്ടി രക്ഷപ്പെടുമോ ചോദിച്ച്. അപ്പോൾ എല്ലാ സജ്ജീകരണം ഉണ്ട് പറഞ്ഞു, അവിടെ എല്ലാതും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണണേ ആ ഹോസ്പിറ്റലിൽ. അങ്ങനെ വലിയ ഒരു ഡോക്ടർ വന്നിട്ട് പനിക്ക് പരിശോധിക്കണ രീതിയിൽ പരിശോധിച്ച്. അപ്പോൾ തലക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ, തലൻ്റെ സ്കാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് എന്ത് പറ്റി നമ്മൾ കൊണ്ടുവന്നാലും നമ്മളെ മൊത്തം ഞാൻ കണ്ടിന്. എൻ്റെ ഏടത്തിൻ്റെ മോനൊക്കെ പറ്റിയിട്ട് എല്ലാം പരിശോധിക്കണം, എല്ലാം ടെസ്റ്റ് ചെയ്യണം ഞാൻ കണ്ടേ. ഇത് അതൊന്നും വലിയ ചെയ്യണില്ല. ഇത് വല്ല എൻ്റെ കുട്ടീനെ അഡ്മിറ്റ് ആക്കിക്കണ്, മോൾക്ക് കൊണ്ടുപോകണം തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ മോൾക്ക് കൊണ്ടുപോകണം കുട്ടീനെ? ഇത്ര സീരിയസ് ആയ കുട്ടീനെ ഇവിടെ എവിടെയെങ്കിലും ICUയിൽ എവിടെയെങ്കിലും, മോളിലാണ് ICU ആയിരുന്നു. അങ്ങനെ ICU ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അടുക്കളൻ്റെ പോലെ ഉണ്ട് കണ്ടിട്ട്, രണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് കട്ടിലും ഒരു വേറൊരു പൾസും ഒരു ഓക്സിജനും കൊടുക്കുന്ന ഒരു റൂം. അത് വേറൊരു സജ്ജീകരണം അവിടെ ഇല്ല, ആ റൂമിലില്ല. അത് മാത്രം നോക്കി അവിടെ ഒരു താൽക്കാലികമായിട്ട് റൂമിൽ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാണ്ട് എന്നോട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പറഞ്ഞു. എന്നിട്ട് ഇവലെ ഒരു ടെസ്റ്റ് ഞാൻ ചോദിച്ചു, വേറൊരു ടെസ്റ്റ് ഒന്നുമില്ല. ലാസ്റ്റ് വെച്ചോണ്ട് ഇവല് രക്തം തന്നെ എടുക്കണേ. താഴത്ത് പോയിട്ടുണ്ടെങ്കിൽ എമർജൻസി പോയി ആദ്യം നമ്മളെ ബ്ലഡ് എടുത്ത് ഒക്കെ തരുമോല് അവിടുന്ന് എമർജൻസി. ഈ ഹോസ്പിറ്റലിലുള്ളവര് ഒന്നിനും ഒരു ഇതിനും കൊള്ളാത്ത കുറച്ച് സിസ്റ്റർമാർ, കുറച്ച് ഡോക്ടർമാർ. ആ ഡോക്ടറാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, കുട്ടിക്ക് സൗണ്ട് മാറി വരുന്നുണ്ട്, പൾസ് കുറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞേ ഡോക്ടർ പിന്നെ എമർജൻസി ശസ്ത്രക്രിയയിലാണ് പറഞ്ഞു. ആ ഡോക്ടർ വരണതാണ്. ഡോക്ടർ വരാൻ നേരമായിപ്പോൾ എൻ്റെ കുട്ടി പൾസ് കുറഞ്ഞ് വന്ന് അതിലോലെ അപ്പോഴാണോലെ എക്സ്റേ എടുക്കണേ. എൻ്റെ കുട്ടിക്ക് എക്സ്റേ എടുക്കാൻ വേണ്ടി ഓലോടെ ഈ കുട്ടീൻ്റെ ഷർട്ട് ഒന്ന് ഊരി തരാൻ പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞ് കത്രിക അവിടെ ഉണ്ടാവും, ബ്ലേഡ് അവിടെ ഉണ്ടാവും, അവിടെ മുറിച്ചുഴിന്ന് എന്നോട് സ്വന്തം അമ്മാനോട് പറയാം. പോലെ നിന്നിട്ട് ഞാനും ആ എക്സ്റേ എടുക്കണ ആ കുട്ടി പറഞ്ഞ് ഞാൻ പിടിച്ചു തരാം താത്തേ, എന്നിട്ട് നിങ്ങൾ ഇത് കീറിക്കോളി. ഞാനും ഓളും കൂടി കീറിയൊക്കെ കഴിഞ്ഞ് എക്സ്റേ എടുത്ത്. എന്നിട്ട് സിസ്റ്റർമാർ ഒറ്റൊന്നും എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് ഇത് ഒന്ന് പൊന്തിക്കാനോ എല്ലാത്തിനും ഞങ്ങളെപ്പോഴുള്ള ആൾ വേണം ഇവൾക്ക്. പിന്നെ ഇവലെ എന്തിനാ അവിടെ നിർത്തി? ഒരു രോഗിനെ തൊടാൻ പറ്റൂലെങ്കിൽ ഇവലൊക്കെ സിസ്റ്റർമാർ, ഇവലൊക്കെ മാലാഖമാരല്ല, ഇവലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശൈത്താന്മാരാണ്, ശൈത്താന്മാർ. ഒരു ജീവന് വില ഇല്ലാത്ത ഇതിന് ആരോഗ്യത്തിൻ്റെ ആൾക്കാരതിന് സമാധാനം പറയണ്ട്. ഇവലല്ലേ ഇവലൊക്കെ നിർത്തിന് ഇവിടെ കൊണ്ടുപോയാണ്ട് സ്വന്തം മക്കൾ പോകുമ്പോഴേ അതിൻ്റെയൊക്കെ വേദന അറിയുള്ളൂ. എൻ്റെ ഗാസ്റ് എൻ്റെ മക്കൾ ആരുമില്ലേ നിനക്ക്? എത്രത്തോളം ഒരു ഉമ്മാക്ക് വേദന ഉണ്ടാവും കണ്ടു നിൽക്കുമ്പോ. സ്വന്തം മകൻ മുന്നിൽ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പാടിയിട്ട് പഠിച്ചു കണ്ടു. ഒരാൾക്ക് ഇത്ര രീതി എത്ര ഇങ്ങനെ നടന്നാലും ഇതിനൊരു തീരുമാനമല്ലേ എന്നിട്ടത് വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കണത്.